കുപ്രസിദ്ധ കൊലപാതക കേസുകളിലെ വക്കീലായ അഡ്വക്കേറ്റ് ബി.എ. ആളൂർ കുറച്ചു മുന്നെയാണ് അന്തരിച്ചത്. 53 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ക്രിമിനൽ വക്കീലായിരുന്നു അദ്ദേഹം. ഗോവിന്ദചാമിയുടെ വക്കാലത്തുമായി സുപ്രീം കോടതി വരെ എത്തിയ കുപ്രസിദ്ധിയും. ഗോവിന്ദചാമിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പണം മുടക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല. തനിക്ക് പണം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെളിപ്പെടുത്തേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു ആളൂരും. റെയിൽവേയിലും പൊതുനിരത്തിലുകളും വിലസുന്ന നിരവധി ക്രിമിനലുകളെ മതം മാറ്റുകയും അതിന്റെ പേരിൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്നതായി ആക്ഷേപം ഉയർന്നതോടെ ആളൂരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ആളൂർ അതിജീവിച്ചു. ഏതായാലും സ്വന്തമായി കേസ് നടത്താൻ കുടുംബപരമായി കഴിവില്ലാത്തവനാണ് ഗോവിന്ദചാമിയെന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. തൃശൂരുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ തമിഴ്നാട് കടലൂർ ജില്ലയിലെ വിരുദാചലത്തെ വിമുക്ത ഭടനായിരുന്ന അറുമുഖന്റെ മകനാണ് ഗോവിന്ദചാമിയെന്ന് വ്യക്തമായി. അമ്മയും അച്ഛനും നേരത്തെ മരിച്ചെന്നും ജ്യേഷ്ഠൻ സുബ്രഹ്മണി കൊലപാതക കേസിൽ പ്രതിയായി സേലം ജയിലിലാണെന്നും മനസ്സിലായി. വിരുദാചലം സമത്വപുരത്ത് ഐവത്തുകുടിയിൽ സർക്കാർ ഭവനിർമ്മാണ പദ്ധതി പ്രകാരം വച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. സൈനിക സേവനകാലത്ത് കിട്ടിയ ശമ്പളവും പിന്നീട് ലഭിച്ച പെൻഷനുമെല്ലാം ചേർത്ത് അറുമുഖൻ 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ഈ തുക മക്കൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ രണ്ടുപേരും ജയിലിലായതോടെ പണം അക്കൗണ്ടിൽ തന്നെ കിടന്നു. പക്ഷേ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം സാക്ഷിയായി സുബ്രഹ്മണിയെ കൊണ്ടുവരാൻ ആളൂർ ശ്രമിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കേസുമായി അയാൾക്ക് എന്താണ് ബന്ധമെന്നും ജയിലിലുള്ള ആളെ എന്തിന് വിസ്തരിക്കണമെന്നും കോടതി ആരാഞ്ഞപ്പോൾ ഗോവിന്ദചാമി അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം വീട്ടിൽ അറിഞ്ഞില്ലെന്നും അതിനാണെന്നും ആളൂർ വാദിച്ചു. പക്ഷെ കോടതി അത് അനുവദിച്ചില്ല. സുബ്രഹ്മണിയെ പുറത്തിറക്കി ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ചേട്ടനും അനുജനും വീതിച്ചെടുക്കാനായിരുന്നു ഈ നീക്കമെന്ന സംശയമായിരുന്നു അക്കാലത്ത് ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ ആളൂർ ഉന്നയിച്ച വാദങ്ങളിൽ പലതും കോടതി തള്ളുകയും ചില വിചിത്രമായ വാദങ്ങളിൽ കോടതി ആളൂരിനെ ശാസിക്കുകയും ചെയ്തിരുന്നു. അനാവശ്യ ചോദ്യങ്ങളാൽ കോടതിയുടെ സമയം മെനക്കെടുത്തരുതെന്ന താക്കീതും പലപ്പോഴും ഉണ്ടായി. പക്ഷെ ഇതെല്ലാം താണ്ടി ആളൂർ എപ്പോഴും ഗോവിന്ദചാമിക്ക് വേണ്ടി വാദം തുടർന്നു. വക്കീലിന് പേരുണ്ടാക്കാൻ മാത്രമായി പ്രചരണങ്ങൾ ആളൂരിന് വേണ്ടിയെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നത്. ഒന്നുമല്ലാത്ത വക്കീലിനെ പൊക്കിക്കാണിക്കുന്നതിന് വേണ്ടി നടന്ന പ്രചരണമാണ് ആളൂർ വലിയ വക്കീലാണെന്ന മട്ടിലുണ്ടായതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ മിക്കവരും അഭിപ്രായപ്പെട്ടത്. ഇത്തരം കേസുകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആളൂർ ആദ്യം പത്രക്കാരെ കയ്യിലെടുക്കുകയും അതിലൂടെ പ്രസിദ്ധി നേടാൻ ശ്രമിക്കുകയും ചെയ്തതായി അവർ ചർച്ച ചെയ്തു. ഈ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.